നമസ്കാരം. കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് വീട്ടിലുള്ള ഓട്ടുപാത്രങ്ങളും പിച്ചള പാത്രങ്ങളും ഒക്കെ വൃത്തിയാക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു ജോലി തന്നെയാണ് അല്ലേ. ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള റെഡിമെയ്ഡ് പൗഡേഴ്സ് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. പലരും പീതാംബരി പൗഡർ ഉപയോഗിക്കുന്നുണ്ട്, സബീന പൗഡർ ഉപയോഗിക്കുന്നുണ്ട്, പുളി ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്, നാരങ്ങയും ഉപ്പും ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഓട്ടുപാത്രങ്ങളും പിച്ചളപാത്രങ്ങളും ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് വിളക്കിൻ്റെയും തട്ടത്തിൻ്റെയൊക്കെ അവസ്ഥ. നല്ലവണ്ണം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ആ ചെറിയ വിളക്കാണെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നൊരു വിളക്കാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുറേ ദിവസം വിളക്കൊന്നും കഴുകാൻ എടുക്കുകയോ അല്ലെങ്കിൽ കഴുകാൻ പറ്റുകയോ ഒന്നും ചെയ്യാറില്ല. അതുപോലത്തെ ഒരവസ്ഥയിലിരുന്ന ഒരു വിളക്കാണ് കേട്ടോ ഇത്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലാവും ആ എണ്ണയുടെ മെഴുക്കും ഒക്കെ കൂടെ പിടിച്ചിട്ട് നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഈ വിളക്കും തട്ടവും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് ലിക്വിഡ് സോപ്പാണ്, ഡിഷ് വാഷാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സോപ്പ് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇതും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത്രയധികം തിക്കായി പോകാനും പാടില്ല, അത്രയധികം ലൂസായി പോകാനും പാടില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വിനാഗിരി ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നാരങ്ങ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിളക്ക് ഒരുപാട് വർഷം നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന വിളക്കാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ധാരാളം അഴുക്കും പൊടിയും ക്ലാവും ഒക്കെ കൂടെ പിടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നൊരു വിളക്കാണിത്. അപ്പോൾ അതൊന്ന് ക്ലീനിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേക്കിംഗ് സോഡയും ഈ നാരങ്ങയും എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ വിളക്ക് നമുക്ക് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കാം. ഇനി നാരങ്ങ എടുത്തിട്ട് അതിനകത്ത് നേരത്തെ എടുത്തു വെച്ച ബേക്കിംഗ് സോഡ ഒന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നാരങ്ങ നീരും ബേക്കിംഗ് സോഡയും എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ആ നാരങ്ങയുടെ തോട് കൊണ്ട് തന്നെ എല്ലായിടത്തേക്കും നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം അതിന് വന്നു എന്നുള്ളത്. ചെറിയ വിളക്ക് അതൊന്ന് തേച്ചിട്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് തട്ടം എടുക്കാം. തട്ടത്തിലും അത്യാവശ്യം നല്ലവണ്ണം തന്നെ അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ നാരങ്ങയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇതിനകത്തേക്ക് തേച്ച് കൊടുക്കാം. ഇത് ഞാൻ നനച്ചിട്ടും ഒന്നുമില്ല. ഇത് ഉപയോഗത്തിലിരിക്കുന്ന ഒരു തട്ടമാണല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൈവച്ച് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ സ്ക്രബറൊന്നും എടുത്തിട്ടൊന്നുമില്ല. ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഷൈനിങ് കൂടുന്നതൊക്കെ നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോൾ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് വിളക്കെടുക്കാം. വിളക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലവണ്ണം അഴുക്കുണ്ട്. ക്ലാവും ആ എണ്ണയുടെ മെഴുക്കും ഒക്കെ കൂടെ ചേർന്ന് ആകെ നല്ല പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്കും ഇതുപോലെ തന്നെ ഞാൻ പേസ്റ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിളക്കിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മാറ്റി വെച്ചിരുന്ന തട്ടം എടുക്കാം. തട്ടം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കറകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം നമുക്ക് സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ തേച്ച് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ട് സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നോക്കൂ, നമ്മുടെ തട്ടം നല്ലവണ്ണം ക്ലീൻ ആയിട്ടുണ്ട്, നല്ലവണ്ണം ഷൈൻ ചെയ്യുന്നുണ്ട്, നല്ല ഒരു തിളക്കം തന്നെ അതിന് കിട്ടുന്നുണ്ട്. ഒരു പുത്തൻ തട്ടം കാണുന്നത് പോലെ തന്നെയുണ്ട് അല്ലേ? അപ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതെന്ന് നോക്കൂ. നമുക്കിനി ഇതുപോലെ തന്നെ വിളക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആ കുഞ്ഞു വിളക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഈ പേസ്റ്റ് കൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഈ ചെറിയ വിളക്കിലേക്ക് കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് വിളക്ക് തട്ടം തേച്ച് വൃത്തിയാക്കി എടുത്തതുപോലെ തന്നെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അഴുക്കുള്ളതനുസരിച്ച് ഇത് തേച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫാസ്റ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. അപ്പോൾ ഇത് ഞാനിപ്പോൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി നോക്കാം. ചെറിയ വിളക്ക് ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ആ പഴയ വിളക്കും നല്ലവണ്ണം തിളക്കമുള്ളതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ വിളക്കിലെ കറകളും ഒക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. നിങ്ങൾ തുടക്കത്തിൽ കണ്ടതാണ് അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം അഴുക്കും ക്ലാവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അത് നല്ലവണ്ണം മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ വലിയ വിളക്കും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലവണ്ണം ഷൈനിങ്ങോടുകൂടി തന്നെയാണ് വിളക്കുകൾ ഇരിക്കുന്നത്. ഞാനിനി ഇതെല്ലാം വെള്ളമൊക്കെ ഒന്ന് തുടച്ചിട്ട് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരു തവണ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പിക്ചേഴ്സിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ഈ 3 വിളക്കും തട്ടവും ഒക്കെ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് നേരം ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കി മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.